നമസ്കാരം. ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരൊക്കെ മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ: അല മുഹമ്മദ് ബഹ്ജത്ത് അൽ അസാർ. 2ഉം 3ഉം വയസ്സായ പിഞ്ചു ഹൃദയങ്ങൾ തൊട്ട് 5, 6, 7, 8, 9, 10 ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഓർക്കുന്നത്. സീന അബ്ദുൽ സലാം. എന്താ അല്ലേ, കരഞ്ഞു മെഴുകുകയാണ്. നടി അനാർക്കലി മരക്കാരുടെ അമ്മ ലാലിയാണത്. അവർ അതിനകത്ത് ഇങ്ങനെ ഗദ്ഗത കണ്ടയായി പറയുന്നൊരു കാര്യമുണ്ട്: നാളത്തെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ആവേണ്ട കുട്ടികളാണ് അവിടെ കൊല്ലപ്പെടുന്നതെന്ന്. ആരാ? ഗാസയിലെ കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയില്ല ഗാസ ഏതെങ്കിലും എഞ്ചിനീയർമാരെയോ ഏതെങ്കിലും ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വിട്ട്, അതായത് സൃഷ്ടിച്ച് വിട്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാക്കുന്നൊരു കൂട്ടരാണ് എന്ന് തോന്നുന്നില്ല. പക്ഷേ അന്നവർ പറഞ്ഞു ഡോക്ടർമാരാണ് എഞ്ചിനീയർമാരാണ് ഭാവിയിലെ എന്നൊക്കെ അവർ പറഞ്ഞു വെച്ചു. പക്ഷേ അവർ പറഞ്ഞതിലൊരു സത്യമുണ്ട് കേട്ടോ. ഗാസയിലെ അല്ല, നമ്മുടെ ഇന്ത്യയിലെയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളായിട്ടുള്ള ഡോക്ടർമാരിൽ ചിലരാണ് ഇപ്പോൾ ഈ ഭീകര പ്രവർത്തനത്തിൻ്റെ പിന്നിലെ പിണിയാളുകൾ. ഒരു ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് 13ഓളം പേരെ കൊല ചെയ്തിരിക്കുന്നത്. വലിയ കൂട്ടക്കൊലയ്ക്ക് പ്ലാനിട്ട വേറെ 2-3 ഡോക്ടർമാർ, അതിലൊരു വനിതാ ഡോക്ടറും. അപ്പോൾ ഇവിടുത്തെ ചില ബാല്യങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് ലാലി പറയുന്നത് പോലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആക്കി ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഇനി നമുക്ക് തിരിച്ച് ചോദിക്കാം. ഗാസയിലെ കാര്യം വിടാം. എന്തേ ലാലിക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വന്നിട്ട് 13 പേർ അവിടെ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളുമുണ്ട്. കരഞ്ഞു കാണിക്കണം. അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്ന് കരഞ്ഞതുപോലെ കരഞ്ഞു കാണിക്കണം. അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ നാളെ ആരാവണം, ഇതൊക്കെ പറയണം, കരയണം. അല്ലാതെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഇനി കാണാൻ സാധ്യതയില്ലാത്ത ഗാസയിലെ കുട്ടികളെ ഓർത്തിട്ടല്ല കരയേണ്ടത്. എന്തായാലും ഗാസയിലെ കുട്ടികൾ ഡോക്ടറായോ എഞ്ചിനീയറായോ എന്നൊന്നും അറിയില്ല. നമ്മുടെ ഇന്ത്യയിൽ പഠിക്കുന്ന സമയം മുതൽ എല്ലാവിധ ആനുകൂല്യങ്ങളും, അത് പഠിക്കാനാണെങ്കിൽ അതെ, ഇനി റേഷനാണെങ്കിൽ അതെ, ഇനി അവർക്ക് ജോലിക്കാണെങ്കിൽ അതെ, സംവരണം എല്ലാം അനുഭവിച്ചു. ഇവിടുത്തെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചു. ഇവിടെ യാതൊരു രീതിയിലും അടിച്ചമർത്തപ്പെടാതെ എല്ലാ സ്വാതന്ത്ര്യവും കൂടി വളർന്ന ചില ആളുകൾ പഠിച്ചു വളർന്നു ഡോക്ടർമാരായി. എന്നിട്ടും ചെയ്തു വെച്ചത് എന്താണ് എന്ന് നോക്കുക. ലാലിയോ നിഖില വിമലോ അല്ലെങ്കിൽ സിതാര കൃഷ്ണകുമാറോ ഇനി റീമ കല്ലിങ്കലോ അവരുടെ ഭർത്താവായ ആഷിഖ് അബുവോ മറ്റ് മാധ്യമപ്രവർത്തകരോ എത്ര പേർക്ക് ധൈര്യമുണ്ടോ, തൻ്റെ ഇടമുണ്ടോ ഇതിനെ അപലപിക്കാൻ? ഇതേപോലെ പരസ്യമായിട്ട് വന്ന് നിന്ന് കരയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റില്ല. ഇതിനാരും കാശ് തരില്ല. ഗാസയ്ക്ക് വേണ്ടി ആകുമ്പോൾ കാശ് കിട്ടും, ഫണ്ട് കിട്ടും, അല്ലാതെ മനുഷ്യത്വത്തിൻ്റെ പേരിലല്ല. മനസ്സിലാക്കുക. ഡോക്ടർമാർ എഞ്ചിനീയർമാർ എന്നൊക്കെ അന്ന് ലാലി നിന്ന് കരഞ്ഞത് ഈ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടായിരുന്നോ? ഡോക്ടർമാർ ഇപ്പോൾ ഈ ഇതിലെ പ്രതികളായതിനാൽ മാധ്യമങ്ങൾ ഒരു ഓമന പേര് കൊടുത്തിട്ടുണ്ടോ? വൈറ്റ് കോളർ ഭീകരവാദം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഡോക്ടർമാർ, അടുത്തത് മാധ്യമപ്രവർത്തകരാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മീഡിയ വണ്ണിൽ സ്ഥിരം വിഷം വിതർന്ന ഒരു ജിഹാദിയുണ്ട്, ദാവീദ് എന്നാണ് അവൻ്റെ പേര്. ഇനി അവനെപ്പോലുള്ളവരാണോ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത്? ആദ്യം ഇന്ത്യ, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന ആക്രമണങ്ങൾ, ഇവിടെ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതിനെ ഓർത്ത് വേണം വിലപിക്കാൻ. അല്ലാതെ ഇത്തരം പ്രഹസനമായിട്ട് വന്നാൽ കാലം എത്ര കഴിഞ്ഞാലും അതൊക്കെ വീണ്ടും എടുത്ത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.